ശബരിമലയിലെ കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠയിൽ കേസെടുക്കാൻ സാധ്യത തേടി SIT. കൊടിമരത്തിന്റെ നിർമ്മാണത്തിന്റെ ദേവസ്വം ബോർഡ് വ്യാപകമായി പണം പിരിച്ചതായാണ് വിവരം. വാജവാഹനത്തിന്റെ കൈമാറ്റത്തിലെ കണ്ടെത്തലുകൾ കോടതിയെ അറിയിക്കും. കോടതിയുടെ നിലപാടനുസരിച്ചാണ് SIT കേസെടുക്കുക. പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന സമയത്താണ് ഇടപാടുകൾ നടത്തിയിരുന്നത്. സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു അനുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ SIT ഉള്ളത്. ഈ കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠ, അവിടെയും ക്രമക്കേടുകൾ ഉണ്ട് എന്ന് തന്നെയാണോ നിലവിലെ അനുമാനം? അങ്ങനെയൊരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ SIT ഉള്ളത്. അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ കൊടിമരം നിർമ്മിക്കുന്ന സമയത്ത് വ്യാപകമായിട്ടുള്ള പണപ്പെരിവ് നടത്തിയെന്നുള്ള ഒരു വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ കേസെടുത്ത് അന്വേഷിക്കാനുള്ള ഒരു സാധ്യത SIT തേടുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു റിപ്പോർട്ട് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും. ഈ കോടതിയായിരിക്കും ഇതിൽ കേസെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താൻ ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുണ്ട്. അജയ് തറയിൽ, അതോടൊപ്പം തന്നെ K രാഘവൻ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഈ കൊടിമരം പുനർനിർമ്മിച്ചതിലെയും അതോടൊപ്പം തന്നെ ഈ വാജിവാഹനം കൊടുത്തുവിട്ടതിലുള്ള രേഖകളും മറ്റു വിവരങ്ങളും ഒക്കെ SIT പരിശോധിക്കുകയാണ്. എന്തായാലും ഈ പരിശോധന പൂർത്തിയായതിനു ശേഷമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനുശേഷം മറ്റു തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം പോവുകയും ചെയ്യും. അഴിമതി നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുക. അത്തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ SIT തേടുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഈ അംഗങ്ങൾക്കെതിരെ കേസെടുക്കുകയാണെങ്കിൽ അത് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും. കാരണം ഇത്രയും നാൾ ഈ ദ്വാരപാലക ശില്പത്തിലെയും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളിയിലെയും സ്വർണം കൊണ്ടുപോയി തട്ടിയെടുത്തുവന്ന ഒരു കേസും അതോടൊപ്പം തന്നെ അറസ്റ്റും ഒക്കെ വരുന്ന സമയത്ത് LDF-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. അത് രാഷ്ട്രീയമായി തന്നെ UDF LDF-നെതിരെ വലിയ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനു മുന്നേ UDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ശബരിമലയിലെ ഭരണസമിതിയും ഇത്തരത്തിൽ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ അത് CPM-ഉം ഇടത് പാർട്ടികളും തിരിച്ച് ഒരു കൗണ്ടർ അറ്റാക്കിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വഴിയായി ഉന്നയിക്കുകയും ചെയ്യും. സൂചിപ്പിച്ചതുപോലെ തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ്, UDF-ന്റെ ഭരണകാലത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് കൂടി പ്രതിപട്ടികയിലേക്ക് അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് അടുത്തിരിക്കുന്നത്. സിജോ, ഈ കൊടിമരത്തിന്റെ നിർമ്മാണത്തിന് അന്നത്തെ ദേവസ്വം ബോർഡ് വ്യാപകമായി പണം പിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതിനൊക്കെയുള്ള കൃത്യമായ തെളിവ് SIT-ക്ക് ലഭ്യമായിട്ടുണ്ടോ? അത് സംബന്ധിച്ച പ്രാഥമികമായ വിവരങ്ങളാണ് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ഫാക്ട്സ് ആണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അത്തരത്തിൽ എത്രത്തോളം പണം അങ്ങനെ ഇടപെടൽ നടന്നിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ആരോപണം വന്നതിന് പിന്നാലെ നമ്മൾ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജയ് തറയലിനോട് സംസാരിച്ചിരുന്നു. ഈ കൊടിമരം നിർമ്മിച്ചതിൽ യാതൊരു തരത്തിലുള്ള ക്രമക്കേടും ഉണ്ടായിട്ടില്ല എന്നാണ് അത് അന്ന് പറയുകയും ചെയ്തിരുന്നത്. ഈ കൊടിമരം നിർമ്മിക്കുന്നത് അത് കാലപ്പഴക്കം കൊണ്ടാണ് മറ്റൊരു കൊടിമരം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അത്തരത്തിലുള്ള നിർമ്മാണം വരുന്ന സമയത്ത് അത് ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. ഹൈക്കോടതിയാണ് ഒരു കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷനാണ് ഇതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ പേരിൽ മറ്റ് തരത്തിൽ മറ്റു പലയിടങ്ങളിൽ നിന്നും പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു സൂചനയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. അതിൽ കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും അതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കോടതി നിർദ്ദേശപ്രകാരത്തിനനുസരിച്ചായിരിക്കും കേസിന്റെ അല്ലെങ്കിൽ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട മറ്റ് തുടർ നടപടികളിലേക്ക് SIT കടക്കുകയും ചെയ്യുക. അതെ സിജോ, തുടർ നീക്കങ്ങളിലേക്ക് SIT-ക്ക് കടക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ആരൊക്കെ പ്രതിപട്ടികയിലേക്ക് വരുമെന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ സിജോ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം അത് വളരെ അത്യാവശ്യമാണ്. എപ്പോൾ ഹൈക്കോടതിയിൽ വിവരം അറിയിക്കാനാണ്, റിപ്പോർട്ട് നൽകാനാണ് നിലവിലെ ഉദ്ദേശം? നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തിങ്കളാഴ്ചയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ഈ വാജിവാഹനം കൊണ്ടുപോയതിലും അതോടൊപ്പം തന്നെ കൊടിമരം നിർമ്മിച്ചതിലും അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി SIT-യോട് ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിരിക്കുന്നത്. അതിന്റെ രേഖകൾ
കളക്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട്, പണപ്പിരിവ് നടന്നിട്ടുണ്ടെന്നുള്ള സൂചനകളും വിവരങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫാക്ട്സ് ആണ് ഇപ്പോൾ പരിശോധിച്ച് വരുന്നത്. സ്വാഭാവികമായും അതിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേസെടുക്കണം എന്നുള്ളൊരു ആവശ്യമായിരിക്കും SIT കോടതിയിൽ മുന്നോട്ട് വെക്കുക. സ്വാഭാവികമായും അതിൻ്റെ വസ്തുതകൾ കോടതിയും പരിശോധിക്കും. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിൽ കോടതി ഒരു തീരുമാനമെടുക്കുക. സിജു, അതുപോലെ തന്നെ നമുക്കറിയാം ഈ ശങ്കരദാസ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിൽ തന്നെ തുടരുകയാണിത്. ഇന്നലെ ജയിൽ അധികൃതരും അതുപോലെ തന്നെ ഡോക്ടർമാരും ഒക്കെ അദ്ദേഹത്തെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ എന്താണ് ഒരു തീരുമാനമായത്? ആശുപത്രിയിൽ തന്നെ തുടരുകയാണോ ചെയ്യുക, ജയിലിലേക്ക് മാറ്റുമോ? കാര്യത്തിൽ ഒരു 2 ദിവസത്തിനകം തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെയോ അല്ലെങ്കിൽ നാളെയോട് കൂടി അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നത്. ഇന്നലെയാണ് ജയിലിൽ നിന്നുള്ള ഡോക്ടർമാർ സ്വകാര്യ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ പരിശോധിക്കുന്നത്. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാം പരിശോധിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് ഡോക്ടർമാർ കോടതിക്ക് സമർപ്പിക്കും. ആ കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. നിലവിൽ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിരിക്കുന്ന ശങ്കർദാസിനെ 14 ദിവസത്തേക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. സാങ്കേതികപരമായി അങ്ങനെയാണ് നമ്മൾ പറയുക, ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ആശുപത്രിയിൽ തന്നെ തുടരാൻ വേണ്ടി അനുവദിക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് കോടതി പറയുന്നത് ഡോക്ടർമാരോട് നിങ്ങൾ പരിശോധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഡോക്ടർമാർ നോക്കുന്ന പരിഗണന നൽകുന്നത് ഇദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റാനുള്ള ആരോഗ്യ അവസ്ഥയുണ്ടോ എന്നുള്ളതാണ്. ജയിലിൽ അങ്ങനെ മാറ്റാൻ പറ്റുന്ന ആരോഗ്യാവസ്ഥയിലുണ്ടെങ്കിൽ സ്വാഭാവികമായും സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. അതല്ല, ഇനി ജയിലിലോട്ട് മാറ്റാൻ പറ്റില്ല, ആശുപത്രിയിൽ തന്നെ തുടരണം എന്നാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ്, അതായത് ഇപ്പോഴുള്ള സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത സാഹചര്യം ആണെങ്കിൽ മാത്രമാണ് നിലവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരാൻ അനുവദിക്കുകയുള്ളൂ. എന്തായാലും ഈ ഡോക്ടർമാരുടെ റിപ്പോർട്ട് വളരെ നിർണായകമാണ്. അത് റിപ്പോർട്ട് വൈകാതെ തന്നെ സമർപ്പിക്കും നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നു. അതിനുശേഷം കോടതി ഇത് പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനമെടുക്കുക.